ഇന്നലെ 19/12/2025 പാലക്കാട് ആൾക്കൂട്ടം ഒരു പാവം അന്യസംസ്ഥാന തൊഴിലാളിനെ തല്ലി കൊന്നു. ബംഗ്ലാദേശിൽ നിന്നിട്ടാ കൊന്നത്. നിങ്ങൾ വീഡിയോ ഉണ്ട് നോക്ക്. तुम्हारा गांव किधर है? बांग्लादेशी। तुम बांग्लादेशी? वो मेरा बहन को लेगा है। बहन में बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? दो ठोक हाँ हमारे था बांग्लादेशी है। और बांग्लादेशी। दो ठोक ये आपका बांग्लादेशी? हाँ नहीं जानता। ഇവർ വിചാരിച്ചത് ബംഗ്ലാദേശ് മുസ്ലിം ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് ഇവർക്ക് രാജ്യത്തിലുള്ള സ്നേഹം കൂടി. എന്നിട്ട് കൊന്നത് ഹിന്ദുക്കളാണോ? അല്ല. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനൊന്നല്ല കൊന്നത് രാജ്യസ്നേഹികളാണ്, മതഭ്രാന്തന്മാർ. ഇവർക്ക് പെട്ടെന്നാണ് എന്താണെന്നുള്ളത് രാജ്യത്തുള്ള സ്നേഹം കൂടി വരുന്നത്. ഏതെങ്കിലും ദളിതന് അമ്പലത്തിൽ കയറിയാൽ അപ്പോൾ ഇവനെ കുരുവട്ടും, ഇവന് മതത്തോടുള്ള സ്നേഹം കൂടും, അവന് തല്ലിക്കൊല്ലും. അഖ്ലാഖിനെ തല്ലിക്കൊന്നില്ലേ? ഇനി ഇവന് ബംഗ്ലാദേശി ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യക്കാരനാണെങ്കിൽ തന്നെ, ഇവിടെ സിസ്റ്റമില്ലേ അത് അന്വേഷിക്കാൻ, അതിനുവേണ്ടി നടപടി എടുക്കാൻ ഇവിടെ ഒരു സിസ്റ്റമില്ല. അവൻ്റെ രാജ്യത്തേക്ക് പറഞ്ഞയക്കാനുള്ള സിസ്റ്റമുണ്ട്. ഇവൻ്റെ സ്വന്തം സംസ്ഥാനത്ത് പണിക്ക് കൂലി പോരാ, സ്വന്തം ഭാര്യ 2 മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്നതാണ്. ഇസ്ത്രി ഇട്ടിട്ട് നടക്കുന്ന വേർപ്പിൻ്റെ അസുഖമുള്ള മലയാളിക്ക് പണിയെടുക്കാൻ ബംഗാളി തന്നെ വേണം. ഇപ്പം ഇവനെ തല്ലിക്കൊന്നിട്ട് ഇവർക്ക് എന്ത് കിട്ടി? സമാധാനം കിട്ടിയ? ഒരിക്കലല്ല. ഇവർ വിചാരിച്ച് ഞാൻ തല്ലിക്കൊല്ലുന്നതൊരു മുസ്ലിമിനെയാണ്. ഒരു ഹിന്ദു ഒരിക്കലും ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ തല്ലിക്കൊല്ലല. ഇവിടെ കൊല്ലപ്പെട്ടത് രാം നാരായണൻ, കൊന്നത് 5 രാജ്യസ്നേഹികളായ മതഭ്രാന്തന്മാർ. അതിൻ്റെ ഇടയിൽ എനിക്കെന്ത് കാര്യം ചോദിച്ചാൽ ഞാൻ പറയും, ആ ഒരു മനുഷ്യനാണ് അവിടെ മരിച്ചത്, കൊല്ലപ്പെട്ടത്. ആ കുടുംബത്തിന് തന്നെ ആരുണ്ട്? ആരുമില്ല. ഇവരെ സഹായിക്കാനും സംരക്ഷിക്കാനും ഇവരെ ബാക്കിൽ ഒരുപാട് ആളുണ്ടാവും, ഇവരെ പുറത്തിറക്കാൻ ആളുണ്ടാവും. പക്ഷെ ആ കുടുംബത്തിന്, ആ ഭാര്യയ്ക്കൊരു ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. ഈ ഒരു നഷ്ടം നികത്താൻ നിങ്ങളെ കൊണ്ട് പറ്റോ? ഈ പ്രതികളിൽ ഒരാൾ ഒരു 55 വയസ്സിന് മുകളിലുണ്ടാവും. രാമ 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 എന്ന് പറഞ്ഞിരിക്കേണ്ട ഈ ഒരു പ്രായത്തിൽ ഈ മനുഷ്യന്മാരെ തല്ലിക്കൊല്ലണം എന്നുള്ള ചിന്താഗതി ഇവരെ ഉള്ളിലുണ്ടെങ്കിൽ, ഇയാളെ ഉള്ളിലുണ്ടെങ്കിൽ, ഇവരെ ചിന്ത എത്രമാത്രം ഭയാനകരം എന്നിട്ട് ഓരോ മനുഷ്യനും ചിന്തിക്കണം. ഹിന്ദുക്കളിലെ പൊന്നാണ്. ഞാനല്ലേ കളിച്ചു വളർന്നത്. എൻ്റെ എത്രയോ ഹിന്ദുക്കൾ കൂട്ടുകാരന്മാർ കൂടെയാണ്. അവരൊരിക്കലും ഇങ്ങനെ ഒരിക്കലും ചെയ്യല. ഇവർ ഹിന്ദുക്കളിൽ പെടല.